വെൽക്കം ടു MR ടെക് നെന്മാറ. നമ്മളിന്ന് ഒരു ചെറിയ ബെഡ്റൂമിലെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 8 മോഡിൻ്റെ ഓപ്പൺ ബോക്സാണ് ഈ കാണുന്നത്. ഓപ്പൺ ബോക്സ് ആണെങ്കിലും കൺസീൽഡ് ബോക്സ് ആണെങ്കിലും കണക്ഷൻ എല്ലാം ഒരേ രീതിയാണ്. മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും ഈ ബോക്സിലേക്ക് ആവശ്യമായ സർക്യൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. വയറുകൾ നമ്മൾ കളർ കോഡിലല്ല എടുത്തിട്ടുള്ളത്. ചുവന്ന വയറ് 1 സ്ക്വയറിൻ്റെ എർത്ത് വയറായിട്ടും 1.5-ൻ്റെ പച്ച വയറ് നമ്മൾ ഫേസ് വയറായിട്ടും ഇടയിൽ ചെത്തിയിട്ടുണ്ട്. ഫേസ് വയർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1.5-ൻ്റെ വയറ് നമ്മൾ തുമ്പത്ത് ചെത്തിയിട്ടുണ്ട് ന്യൂട്രലിന് വേണ്ടിയിട്ട്. എപ്പോഴും നമുക്ക് വയറുകൾ കളർ കോഡിനനുസരിച്ചിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ള വയറ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അതുപോലെ ഫേസ് ന്യൂട്രൽ എർത്ത് നമുക്ക് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഒരു ലൈറ്റിലേക്കും ഒരു ഫാനിനും വേണ്ടിയിട്ട് നമ്മൾ 1 സ്ക്വയറിൻ്റെ ഒരു ന്യൂട്രൽ വയറ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ന്യൂട്രലിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫാനിൻ്റെ മാർക്കാണ്. അത് നമ്മൾ പ്ലെയർ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫാനിൻ്റെ വയറ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഒരു നീല വയറിൽ നമ്മൾ മാർക്കൊന്നും ചെയ്തിട്ടില്ല. ഇത് ഒരു ലൈറ്റിന് പോകുന്ന വയറ് മാത്രമാണ്. ഇതൊരു ചെറിയ ബെഡ്റൂമിൻ്റെ കണക്ഷനാണ്. ഒരു ലൈറ്റ്, ഒരു ഫാന്, ഒരു പ്ലഗ് മാത്രം ആണ് കൊടുക്കുന്നത്. വയറുകൾ കളർ കോഡ് അല്ലെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്ന സ്വിച്ച് ബോക്സ്. ആദ്യത്തെ സ്വിച്ച് ലൈറ്റ്, ഫാനിൻ്റെ സ്വിച്ച്, റെഗുലേറ്റർ, ഒരു ഡമ്മി, ഒരു പ്ലഗിൻ്റെ സ്വിച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെ വശം നോക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വയറിങ്ങിനെക്കുറിച്ചും പ്ലംബിങ്ങിനെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് എർത്ത് വയർ കണക്ട് ചെയ്യാം. ഈ സ്ലീവ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 സ്ക്വയറിൻ്റെ വയറാണ് നമ്മൾ എർത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് എർത്ത് വയറിൻ്റെ കോഡ് പച്ച കളറാണ്. നമുക്ക് കളർ കോഡ് നമ്മൾ നോക്കുന്നില്ല, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ലീവ് ചെയ്ത എർത്ത് വയറ് സോക്കറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ പിന്നിൽ, എർത്തിൻ്റെ സിമ്പിൾ ഉണ്ടാവും, ഏറ്റവും മുകളിലത്തെ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്തത് ന്യൂട്രലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോക്കറ്റിൻ്റെ N എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോക്കറ്റിൽ ന്യൂട്രൽ എപ്പോഴും ഇടതുവശത്താണ് ന്യൂട്രൽ വരുന്നത്. അപ്പോൾ ന്യൂട്രൽ നമ്മളിവിടെ 2 ന്യൂട്രലാണ് ഈ സ്വിച്ച് ബോക്സിലേക്ക് വന്നിട്ടുള്ളത്. ഒരു ന്യൂട്രൽ ലൈറ്റിൻ്റെ ന്യൂട്രലും പിന്നൊരു ന്യൂട്രൽ DBയിൽ നിന്നും വരുന്ന ന്യൂട്രലുമാണ്. അപ്പോൾ ഈ 2 ന്യൂട്രലും കൂടി നമ്മൾ 2 വയറേ ന്യൂട്രൽ വന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടും നമ്മൾ പിരിച്ചിട്ട് ന്യൂട്രലിൻ്റെ പോയിന്റിലേക്ക് കൊടുത്തു. എർത്തും നമ്മൾ അതുപോലെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഫേസ് വയർ കണക്ട് ചെയ്യാം. ഫേസ് വയർ സ്വിച്ചിൻ്റെ അടിഭാഗത്താണ് ഫേസ് വയർ കണക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സോക്കറ്റിൻ്റെ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ഫേസ് വയർ കണക്ട് ചെയ്തു. അവിടെ നിന്നും ഒരു വയർ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ മറ്റുള്ള സ്വിച്ചിലേക്ക് 1, 2, 3 സ്വിച്ച് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി ഡൗട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. എർത്ത് വയർ ആദ്യം നമ്മൾ സോക്കറ്റിൻ്റെ മുകളിലത്തെ പിന്നിലേക്ക് കൊടുത്തു. ന്യൂട്രൽ വയർ N എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൊടുത്തു. ഫേസ് വയർ സ്വിച്ചുകളുടെ അടിയിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലൈറ്റിൻ്റെ ലീഡാണ് കൊടുക്കാനുള്ളത്. ലൈറ്റിൻ്റെ ലീഡ് സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിലേക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മാർക്കൊന്നും ചെയ്യാത്ത വയറാണ് ലൈറ്റ് വയറായിട്ട് എടുത്തിട്ടുള്ളത്. അത് സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വയർ കണക്ട് ചെയ്യാനുള്ളത് ഫാനിൻ്റെ വയറാണ്. ഫാനിൻ്റെ വയർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ റെഗുലേറ്റർ എടുക്കുക. റെഗുലേറ്ററിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ലോഡ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിങ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോഡ് എന്ന് അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്തെ വയറെടുത്ത് നമ്മൾ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിലേക്ക് കൊടുക്കുക. ഇനി റെഗുലേറ്ററിൽ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ റെഗുലേറ്ററിലെ 2 വയറുകളിൽ ഏതെങ്കിലും ഒരു വയർ ഇതുപോലെ കൊടുക്കുക. ഇനി റെഗുലേറ്ററിലെ അടുത്ത വയർ ഔട്ടാണ്. സ്വിങ് എന്നെഴുതിയ വയർ ഫാനിൻ്റെ ലീഡ് വയറിലേക്ക് കൊടുക്കുക. ഫാനിലേക്ക് പോയിരിക്കുന്ന വയറുമായിട്ട് ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതും ജോയിൻ്റ് ചെയ്തു. ഫാനിലേക്കുള്ള ഔട്ടും കൊടുത്തു. ആദ്യത്തെ സ്വിച്ച് ലൈറ്റിൻ്റെയാണ്. സ്വിച്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈറ്റിൻ്റെ ലീഡ് കൊടുത്തു. രണ്ടാമത്തെ സ്വിച്ച് ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ ഇന്ന് ഭാഗം നമ്മൾ കൊടുത്തു. സ്വിച്ചുകളുടെ അടിയിൽ നമ്മൾ ഫേസ് വയർ കണക്ട് ചെയ്തു. ഫേസ് വയർ നമ്മൾ സോക്കറ്റിൻ്റെ സ്വിച്ചിൻ്റെ അടിയിലേക്ക് ഫേസ് വയർ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. സോക്കറ്റിൻ്റെ N എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ന്യൂട്രൽ കൊടുത്തു. സോക്കറ്റിൻ്റെ എർത്ത് പോയിന്റിൽ നമ്മൾ
എർത്തും കണക്ട് ചെയ്തു. ഇനി സോക്കറ്റിലേക്കുള്ള ഔട്ടാണ് പോകുന്നത്. സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും സോക്കറ്റിൻ്റെ എല്ല് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്താണ് നമ്മളിനി കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 1.5 ഒരു തുണ്ട് വയർ നമ്മൾ എടുത്തു. സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും സോക്കറ്റിൻ്റെ എല്ല് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തു. എർത്ത് കണക്ട് ചെയ്തു, ന്യൂട്രൽ കണക്ട് ചെയ്തു, ഫേസ് നമ്മൾ കണക്ട് ചെയ്തു, ഫേസിൻ്റെ ഔട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഫാനിൻ്റെ ഔട്ട് നമ്മൾ റെഗുലേറ്ററിൽ നിന്ന് കണക്ട് ചെയ്തു. റെഗുലേറ്ററിലേക്ക് ഇന്ന് കൊടുത്തു, ലൈറ്റിൻ്റെ ഇന്ന് കൊടുത്തു നമ്മൾ. അപ്പോൾ ഇതാണ് ശരിയായ രീതിയിലുള്ള വയറിങ്. ഇത് ചെക്ക് ചെയ്ത് കാണിക്കാൻ കറണ്ടില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ്, ന്യൂട്രൽ, എർത്ത് നമ്മൾ കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തിട്ട് അതാത് സ്ഥാനത്ത് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.